പേടിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ വയ്യുന്നായി. പിള്ളേരല്ല ചേട്ടാ, ഈ പ്രായത്തിൽ കുറെ കുസൃതിയൊക്കെ കാണിക്കാതിരിക്കുമോ? കുട്ടികളുടെ കുസൃതിയൊക്കെ എനിക്കും ഇഷ്ടമാണോ. പിന്നെ കാലിന്റെ മുട്ടിന് ഈയിടെ സർജറി ചെയ്തു. അതുകൊണ്ട് ഇവറ്റകൾ അടുത്തേക്ക് ഓടി വരുമ്പം ഒരു പേടി. പിന്നെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എൻ്റെ പേര് തോമസ് കുട്ടി. ഞങ്ങൾ ഈയിടെ ഇങ്ങോട്ട് മൂവ് ചെയ്തേ ഉള്ളൂ. വിസ്കോൺസിലായിരുന്നു. ഓ, വിസ്കോൺസിൻ. അവിടെയൊക്കെ മലയാളികളുണ്ടോ? ഓ, അവിടെ ആൾക്കാർ തന്നെ കുറവാ. പിന്നെ എവിടെ പോയാലും മലയാളികൾ ഉണ്ടാവുമല്ലോ. 2-3 ഫാമിലി ഉണ്ടായിരുന്നു. എല്ലാവരും IT-കാരായതുകൊണ്ട് സ്ഥിരതാമസക്കാരും ഇല്ല. ഞങ്ങളെപ്പോലെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പറ്റിയ ഇവിടെ സ്ഥിരതാമസമാക്കിയോ. ഞങ്ങളും പണ്ട് ന്യൂയോർക്കിലായിരുന്നു. 81-ൽ അമേരിക്കയിൽ വന്നതാ. ചാമ്പായിക്ക് മൂവ് ചെയ്തതിൽ പിന്നെ ലൈഫ് ശരിക്കും എൻജോയ് ചെയ്ത് തുടങ്ങിയത്. എനിക്കിവിടുത്തെ ക്ലൈമറ്റും പള്ളിയും പിന്നെ നമ്മുടെ അച്ഛനെയും എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പം ഭാര്യ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അവർക്കിവിടെ ഇഷ്ടം പോലെ കൂട്ടുകാരിയാണ്. അവരുടെ മക്കളുടെയും മരുമക്കളുടെയും എല്ലാം വിശേഷം എല്ലാം പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് 3 മണിയാ. സത്യം പറഞ്ഞാൽ ഞാനും വളരെ ഹാപ്പിയാ. വിസ്കോൺസിൽ വെച്ച് ഭാര്യയും മക്കളും എന്നും അടിയാ. രാവിലെ 10 മണിയാകുമ്പോൾ ഇംഗ്ലീഷ് ക്ലാസ് കഴിയും. പിന്നെ ഞാൻ ഇവരെയും കൊണ്ട് എവിടെയെങ്കിലും കറങ്ങാൻ കൊണ്ടുപോകും. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ച് മരിക്കുകയില്ലേ. ഏതായാലും നമ്മൾ ഒരാഴ്ച കൊണ്ട് സമ്പാദിക്കുന്ന ഇവർ ഒറ്റ ദിവസം കൊണ്ട് അടിച്ചു പൊളിച്ച് കൈ തരും. തോമസ് കുട്ടി, താൻ ഇനി കുടുംബത്തെ കൊണ്ട് മറ്റൊരിടത്തും കറങ്ങാൻ പോകണ്ട. ഭാര്യയ്ക്ക് ഗോസിപ്പ് പറയാനും കുട്ടികൾക്ക് ഡാൻസ് കളിക്കാനും തനിക്ക് ചീട്ടുകളിയോ പന്തുകളിയോ അറിയാമെങ്കിൽ അതിനും എല്ലാം ഉള്ള സൗകര്യം നമ്മളിവിടെ വളരെ തുച്ഛമായ ചിലവിൽ അറേഞ്ച് ചെയ്തു. തോമസ് കുട്ടി, ഇത് നമ്മുടെ ട്രസ്റ്റീസിൽ ഒരാളാ, ജോയിച്ചൻ. എന്റെ ജോയിച്ചോ, തനിക്ക് പൈസയുടെ കാര്യം മാത്രമേ പറയാനുള്ളൂ. ജോസഫ് ചേട്ടാ, ഇതെന്റെ വീട്ടിൽ കൊണ്ടുവരുന്നല്ല. പൈസ ഉണ്ടെങ്കിൽ ഇവിടുത്തെ പല കാര്യവും നടക്കുള്ളൂ. പിന്നെ നമ്മളിവിടെ സ്വന്തം വീട്ടിലെ പോലെ ആത്മാർത്ഥമായിട്ട് കുറയ്ക്കാവുന്നിടത്തെല്ലാം കുറച്ചും കൂട്ടാവുന്നിടത്തെല്ലാം കൂട്ടിയൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അത് പിന്നെ എനിക്കറിയില്ല ചോദിച്ചാ. ഞാൻ തന്നോടൊരു തമാശ പറഞ്ഞതല്ലേ. ഈ പള്ളി ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതിന് പിറകിൽ ഒത്തിരി ആളുകളുടെ പരിശ്രമം ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. എന്നാലും നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എടുത്തു വയ്ക്കാമെന്നോർത്തോണ്ട് ഈ പള്ളി വരുന്നത്. അപ്പോൾ പള്ളിയുടെ പ്രശ്നങ്ങൾ അച്ഛൻ നമ്മുടെ തലയിലോട്ട് എടുത്തു. പിന്നെ തന്നെ പോലെ ഇത്തിരി ശ്രദ്ധയുള്ളവർ നല്ലതാ. അതൊന്നും സാരമല്ലേടാ. പിന്നെ അച്ഛനെ കൊണ്ടുവിടാൻ ഷിക്കാഗോയ്ക്ക് പോകുന്നുണ്ടോ? ഇല്ലടോ, ഈ കാര്യം വെച്ചുകൊണ്ട് അധികം ട്രാവൽ ചെയ്യരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ അവിടുത്തെ കൊടും തണുപ്പും. പിന്നെ അച്ഛൻ നമ്മുടെ പള്ളിയിൽ നിന്ന് പോകുന്നത് അങ്ങോട്ട് ആരോഗ്യം കൂടെ പറ്റുന്നില്ല. ജോസഫ് ചേട്ടാ, അച്ഛന്മാര് വരും പോകും. അവരുടെ ജീവിത വിളി തന്നെ അതല്ലേ. എല്ലാം ശരി തന്നെ. പക്ഷേ ജോർജ് അച്ഛൻ എന്ന് പറഞ്ഞാൽ അതല്ല. അദ്ദേഹത്തിന്റെ കളിയും ചിരിയും തമാശയും എന്ത് കാര്യത്തിനും വിളിച്ചാലും ഓടിയെത്തുന്ന സ്വഭാവം. സത്യം പറയാലോ, അദ്ദേഹം നമ്മുടെ അടുത്തുനിന്ന് പോകുന്നെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ വയ്യ. മക്കൾ വീട് വിട്ടു പോയാൽ പിന്നെ വീട് ഉറങ്ങി പോകുമല്ലോ. അതെ അതെ, അച്ഛനുമായിട്ട് അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അച്ഛനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛൻ്റെ കൂടെ ഇരുന്ന സമയം പോകുന്ന അറിയില്ല. നല്ല തമാശക്കാരനായ ഒരു അച്ഛനായിരുന്നു. കഷ്ടമായിപ്പോയി. ശരിയാ, അച്ഛന്റെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണ്. ഷിക്കാഗോയിലെ തണുപ്പും കാറ്റും മിക്കവാറും 2 ദിവസം അടിച്ചു കഴിയുമ്പോഴത്തേക്കും അച്ഛൻ ഇങ്ങോട്ട് തിരിച്ചു പോയി. തണുപ്പത്തൊന്നും അല്ല അതിന് പറയേണ്ടത്. എന്റെ അമ്മോ, ഞാനും കുറെ സ്നോ വാരിയിട്ടുള്ളതാ. 2-3 തെർമലും ക്യാപ്പും ഒക്കെ കൊണ്ടാണ് നമ്മൾ അവിടെ പുറത്തൊന്ന് ഇറങ്ങി നടക്കുന്നത്. തൊപ്പി ചിലപ്പോൾ അച്ഛൻ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. തലേ മുടിയില്ലാത്തതൊക്കെ കവർ ചെയ്ത് വെക്കാലോ. അതെ, ഞാൻ അച്ഛൻ്റെ കാര്യം കഷ്ടത്തിലായെന്നല്ല പറഞ്ഞത്. അച്ഛൻ വികാരിയായിരുന്ന പള്ളിയിൽ തുടക്കം മുതലേ കൂടാൻ പറ്റാത്തതിലുള്ള വിഷമം പറയുകയായിരുന്നു. തോമസ് കുട്ടി, ശരിക്കും അതൊക്കെ ഒരു സമയമായിരുന്നു. ജോസഫ് ചേട്ടൻ ഓർക്കുന്നുണ്ടോ ആ കാലത്തെ പള്ളി പണിയും കാടുവിട്ടും ഒക്കെ? ഓർക്കുന്നുണ്ടോന്നോ? ഓ, അന്ന് നമ്മുടെ ചെറുപ്പക്കാരായിരുന്ന യോറച്ചല്ലായിരുന്നു നമ്മുടെ എല്ലാവരും പ്രചോദനവും ഊർജവും എല്ലാം.
40 പേരും പൂമരം കൊണ്ട് പള്ളിയുണ്ടാക്കി. ഞാനങ്ങൻ പ്രിയരായ 140 പേരും പൂമരം കൊണ്ട് പള്ളിയുണ്ടാക്കി. പള്ളിയിലമ്മ ഉപ്പായക്കാരൻ കൊച്ചച്ഛനെന്ന് കണ്ണാടി നോക്കി. ഞാനൊന്ന് നോക്കി, അവനെന്നെയും നോക്കി. പാറിപ്പറക്കും മുടിയൊന്നു മാറ്റി. എന്തൊരഴക്, എന്തൊരു ഭംഗി, എന്തു ചെറുപ്പമാണ് കൊച്ചച്ഛനെ കാണാൻ. Hi kids, look at me. My name is Father George. That is G-E or G. I'm only 34 years old. So young. I am the youngest priest in the diocese. ചേച്ചിയെ കട്ടൻ കാപ്പി കിട്ടുന്നുണ്ടോ? ഇല്ലച്ചോ. എന്നാൽ ഇട്ടോ, ഇത്തിരി പാലും പഞ്ചസാരയും കൂടി ഇട്ടോ. ഒരു പഴംപൊരിയും ബോണ്ടയും കൂടി എടുക്കട്ടെ അച്ഛാ. കഴിക്കാൻ ഇപ്പൊ ഓരോന്നോ മതി ചേച്ചിയെ, ബാക്കി പാഴ്സൽ ചെയ്തോ, വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചോളാം. അച്ഛനാവാൻ പോയത് നന്നായി. അതെന്താ അങ്ങനെ? അല്ല, അച്ഛൻ പെണ്ണ് കിട്ടിയായിരുന്നെങ്കിലേ ആ പെണ്ണ് അച്ഛന്റെ പാൻക്രിയാസ് പോലെ ആയാലും. എന്താണ് എന്റെ പാൻക്രിയാസിന് കുഴപ്പം? നല്ല വർക്കിംഗ് അല്ലേ? അതെ, അച്ഛൻ തിന്നുന്നതൊക്കെ ദഹിപ്പിക്കണ്ടേ. ഇന്നലെ അച്ഛൻ കിടന്നിറങ്ങിയപ്പോ ജോലി ചെയ്ത് മടുത്തെന്ന് പറഞ്ഞ അച്ഛന്റെ പാൻക്രിയാസ് കിടന്ന് കരയുന്നുണ്ടായിരുന്നു. ആഹാ, തമാശ. നീ ഒന്ന് പോയേ. തമാശയല്ലോ, കുറച്ച് കൺട്രോൾ ചെയ്തോ, ഇല്ല കൊളസ്ട്രോളിന്റെ അസുഖം ഉണ്ടാവും. എനിക്കിപ്പോ തന്നെ കൊളസ്ട്രോളിന്റെ അസുഖം ഉണ്ടോ? ഓ, അപ്പൊ മരുന്ന് കഴിക്കുന്നുണ്ടോ? ഏയ്, എന്റെ അസുഖം നല്ല കൊളസ്ട്രോൾ ഇത്തിരി കഴിച്ചില്ലെങ്കിൽ വയറ്റിലൊരു കൊളുത്തിപ്പിടുത്താ. നല്ല ഫ്രൈഡ് ചിക്കൻ കഴിച്ചാൽ മതി എന്നാ ഡോക്ടർ പറഞ്ഞേ. ചേച്ചിയെ, ചിക്കൻ ഉണ്ടോ? ഫ്രൈഡ് ചിക്കൻ. ഞാൻ എന്നതിന്റെ വിലയിരുത്തിയ കാലമായിരുന്നു കഴിഞ്ഞ കുറെ മാസങ്ങൾ. കുറച്ച് കഠിനമായ തീരുമാനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് തന്ന ഫ്രീഡവും നിങ്ങൾ എനിക്ക് തന്ന ഫ്രീഡവും ഒക്കെ ഞാനൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പോവുക. ഇനി ആരും മദ്യം വിളമ്പുന്ന പാർട്ടികൾക്ക് എന്നെ വിളിക്കരുത്. ഫുഡ് പള്ളിയിലേക്ക് കൊണ്ടുപോകട്ടാ. ഇനി ഞാൻ പറയുന്ന പ്രസംഗങ്ങളൊക്കെ കുറച്ച് ബിംബങ്ങളും ഉപമകളും ഒക്കെ ഒന്ന് കൂട്ടിച്ചേർത്ത് സീരിയസ് ആക്കാൻ പോവാം. ആരും ഉറങ്ങരുത്. എല്ലാവരും ഒന്ന് നേരെ ഇരുന്നേ. സിറ്റ് സ്ട്രൈറ്റ്. തുടങ്ങിക്കോ. ആകാശത്ത് നിന്ന് ഒരു കുടം കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അകത്തും വായു, പുറത്തും വായു. ഇതാണ് നിങ്ങളുടെ ശരീരം. അതിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിരിക്കുന്നു. ലോകത്തിൽ മുഴുവൻ പ്രകാശം പരത്തി അത് എരിഞ്ഞെരിഞ്ഞ് തീരണം. ഇതിന്റെ ഒരു എക്ലേസിയാസ്റ്റിക്കൽ തലങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, പ്രകാശം പരത്തി എരിഞ്ഞു തീരുന്ന മെഴുകിനെ കുറിച്ച് ഓർക്കുമ്പോൾ, സെമിനാരിയിലൊക്കെ പഠിക്കുമ്പോൾ എത്ര പ്രാവശ്യം വിശന്നിട്ട് വയറെറിഞ്ഞിട്ടുണ്ടെന്നറിയോ? പക്ഷേ നമ്മൾ യൂറോപ്പിലും റോമിലൊക്കെ ചെന്നിട്ട് അവിടെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലൊക്കെ ചെല്ലുമ്പോഴാണ് നമ്മുടെ സഭയുടെ ഹിസ്റ്ററി നമ്മൾ ഓർക്കുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ പോകണം.
പിന്നെ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഇത് നമ്മുടെ പള്ളിയാണ്, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പള്ളി. ഇവിടെ നമ്മുടെ കുട്ടികൾ ഇവിടെ ഓടി നടക്കുകയും ഈ ചുവരിൽ എന്തെങ്കിലും വാരി തേക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മള് പേരൻസ് തന്നെയല്ലേ പറയേണ്ടത്. അത് എനിക്ക് അവരുടെ പുറകെ പോകാൻ പറ്റുമോ? ഇനി അതൊന്നുമല്ല, നമുക്കതൊന്നുമല്ല. ഇപ്പൊ ന്യൂസിൽ എവിടെ നോക്കിയാലും എന്താ, ദിലീപും കാവ്യമാധവനും കല്യാണം കഴിച്ച് എവിടെയും പോയി ജീവിക്കട്ടെ, അതിന് നമുക്കെന്താ? ഞാൻ എവിടെയാ പറഞ്ഞത്? അതിപ്പോ മറന്നോ? കുടം. അപ്പോ കുടത്തിന് മേളിൽ വെച്ച മെഴുകിന് പോലെ നമ്മള് എരിഞ്ഞു തീരണം. അച്ചോ, ഇതിനൊരു കണക്ഷൻ ഇല്ലല്ലോ. കണക്ഷൻ ഇല്ല. നിങ്ങൾ എന്റെ പ്രസംഗം കേട്ട് മടുക്കുന്ന പോലെ ഞാനും ഇത് കേട്ട് മടുത്തു. എന്താ കണക്ഷൻ ഇല്ലാത്തത്? മെഴുകുതിരി കുടത്തിനകത്തല്ലേ കത്തിച്ച് വെച്ചിരിക്കുന്നത്. ഇതിൽ പഴയ കണക്ഷൻ എവിടെ കിട്ടും? അതല്ല അച്ചോ, ഈ ആകാശത്ത് നിന്ന് എങ്ങനെയാ കുടം കെട്ടി തൂക്കുന്നത്? അവിടെ എന്തെങ്കിലും ഒരു കണക്ഷൻ വേണ്ടേ? ഓ, നിന്റെ അടുത്തൊന്നും നല്ല പ്രസംഗം പറഞ്ഞിട്ട് കാര്യമില്ല. നീ വല്ല കവല പ്രസംഗം കേട്ടാ മതി. ഇന്ന് ഏതായാലും പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബീച്ച് വരെ ഒന്ന് പോയാലോ? പോയിട്ട് വരാം. അച്ചു, ഈ ബീച്ചിൽ ഇങ്ങനെ മാനത്തേക്ക് നോക്കി നക്ഷത്രവും കണ്ട് കിടക്കാൻ എന്തൊരു രസമല്ലേ? അതെ ചേട്ടാ, എനിക്കിനി അധികം നാളത് പറ്റില്ലല്ലോ. മോളിൽ നിന്നുള്ള വിളി കൊണ്ടല്ലേ പോവാണ്ടിരിക്കാൻ പറ്റുമോ? എന്ത് പറ്റി? അതെ, എനിക്ക് ബിഷപ്പിന്റെ വിളി കിട്ടി. ക്യാമ്പായിന്ന് ഷിക്കാഗോയിലേക്ക് സ്ഥലം മാറ്റാ. ഓ മൈ ഗോഡ്, ഞങ്ങൾ ഓർത്തു ഒരു ചെറിയ റെക്ടറിയൊക്കെ ഉണ്ടാക്കി അച്ഛൻ ഞങ്ങളോട് സ്ഥിരമായി കാണുന്നു. ഇനിയിപ്പോ എന്താ ഒരു വഴി? ഒരു വഴിയില്ല. ബിഷപ്പ് പറഞ്ഞാ പിന്നെ ഞങ്ങൾ പോണം, അത്രേ ഉള്ളൂ. എങ്കിൽ അച്ഛൻ എങ്ങാനും ഒരു ബിഷപ്പാവുകയാണെങ്കിൽ നമ്മുടെ അരമന ടാമ്പായ്ക്ക് മാറ്റിക്കോളൂ. ഭാവിയിലൊരു അരമന ടാമ്പായിൽ വന്നുവിടായില്ല. പിന്നെ അച്ഛാ, ഞങ്ങൾ അറിഞ്ഞോ അറിയാണ്ടോ എന്തേലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കാം കേട്ടോ. It's been a long day without you, my friend, and I'll tell you all about it when I see you again. We've come a long way from where we began. Oh, I'll tell you all about it when I see you again. When I see you again. Damn, who knew? All the planes we flew, good things we've been through. Then I'll be standing right here talking to you about another path. I know we love to hit the road and laugh, but something told me that it wouldn't last. Had to switch up, look at things different, see the bigger picture. Those were the days, hard work forever pays. Now I see you in a better place. How can we not talk about feelings? I know we got everything I would do. You were standing there by myself, and